മണിപ്പൂരിൽ ഈസ്റ്ററിന് അവധി കൊടുക്കാതെ സർക്കാർ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസമായതുകൊണ്ടാണ് ഈ നടപടിയെന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. സർക്കാരിനെതിരെ പ്രതിഷേധവുമായി കുക്കി സംഘടനകൾ രംഗത്ത് വന്നു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിശദാംശങ്ങൾ. SKN ഗവർണറുടെ ഭാഗത്തു നിന്നാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഗവർണർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമായിട്ടുള്ള മാർച്ച് 31 പ്രവൃത്തി ദിവസമായിരിക്കും എന്നാണ് പറയുന്നത്. ഈസ്റ്റർ ദിവസമാണ് അന്ന് എന്ന കാര്യം ഗവർണറുടെ ശ്രദ്ധയിൽ ഇതുമായി ബന്ധപ്പെട്ട് പെടുത്തിയപ്പോൾ ഈസ്റ്റർ ദിനമാണ് എന്നത് വസ്തുതയാണ്. പക്ഷേ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമായതുകൊണ്ട് തന്നെ ഈ നടപടികൾ, സാമ്പത്തികപരമായിട്ടുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കാനായിട്ടുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നിർവഹിച്ചേ മതിയാകൂ എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. കുക്കി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിവേദനം ഇതിനകം നൽകിയിട്ടുണ്ട്. ഇന്ന് വീണ്ടും ഗവർണറെ നേരിട്ട് സന്ദർശിച്ച് ഈ പരാതി നൽകാനായിട്ടുള്ള ശ്രമമാണ് കുക്കി സംഘടനകൾ നടത്തുന്നത്. ഏതായാലും വിഷയം സംസ്ഥാനത്ത് മണിപ്പൂരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അവിടുത്തെ മണിപ്പൂരിലെ ഈ കുക്കി സമുദായ സംഘടനകൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഈസ്റ്റർ. അതുകൊണ്ട് തന്നെ ഈസ്റ്ററിന് ഈ വിധത്തിൽ ഉള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത് അത് ഒട്ടും ഉചിതമായില്ല എന്ന അഭിപ്രായമാണ് ഈ കുക്കി സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഓക്കെ രാധാകൃഷ്ണൻ, താങ്ക് യു. അനോറ പറയുന്നു യൂട്യൂബിലെ ഡോക്ടേഴ്സിനെ പോലെ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ ഒരു ഓൺലൈൻ തട്ടിപ്പിന് വിധേയമാകുന്നു എന്ന് പറയുമ്പോൾ ഇവർ കേരളീയർ തന്നെയൊന്ന് സംശയിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അനോര, ചിലപ്പോൾ വിദ്യാഭ്യാസമുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കും കൂടുതൽ സാധ്യത എന്നാണ് ഞാൻ സംശയിക്കുന്നത്.